രചന അമ്മീഷ. ഞാൻ ഹേമന്ത്. ഒരിടത്തരം സാധാരണ കുടുംബത്തിലെ ഒരു അംഗം. അമ്മ ഹൈസ്കൂളിലെ ഹെഡ് മിസ്, അച്ഛൻ സൗദിയിൽ പ്രവാസം. എനിക്ക് മുകളിൽ 2 പെങ്ങന്മാർ, താഴെ 2 പെങ്ങന്മാർ. അധികമല്ലെങ്കിലും ഒട്ടില്ല ആളെന്നെ കുറക്കാതെയാണ് അമ്മയും പെങ്ങന്മാരും കൂടി എന്നെ വളർത്തിയത്. നല്ല കുടുംബാന്തരീക്ഷത്തിലാണ് ഞാൻ വളർന്നത്. കുട്ടിക്കാലത്ത് ബ്ലഡ് കാണുന്നത് എനിക്ക് അലർജിയായിരുന്നു. ഒരുതരം തലയുറ്റിലും തലവരിക്കലും ഇടയ്ക്ക് ബോധം വരെ നഷ്ടപ്പെടാറുണ്ട്. അമ്മയുടെ നല്ല ഇടപെടലും ഉപദേശവാക്കുകളും ഒരു പരിധിവരെ അതിനെ കൺട്രോൾ ചെയ്യാൻ സഹായമായിട്ടുണ്ട്. ഒരു ദിവസം പഠിക്കാനിരുന്നപ്പോൾ രണ്ടാമത്തെ പെങ്ങളുടെ ചുരിദാറിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന ബ്ലഡ് കണ്ട് ഞാൻ ആകെ അസ്വസ്ഥനായി. അമ്മ പെട്ടെന്ന് പെങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി. അമ്മയോട് പലവട്ടം ഞാൻ ചോദിച്ചു, എന്താണ് അമ്മേ, ചേച്ചിയുടെ ശരീരത്തിൽ മുറിവൊന്നുമില്ലല്ലോ, പിന്നെ എങ്ങനെയാ ബ്ലഡ് വന്നെന്ന്. ഹേമന്തേ, അത് പിന്നീട് നിനക്ക് അമ്മ പറഞ്ഞുതരാം. പിന്നെ ഈ 2 പ്രാവശ്യം ചേച്ചിയുടെ ചുരിദാറിൽ ബ്ലഡ് കണ്ടപ്പോൾ ചേച്ചി അമ്മ ശകാരിക്കുന്നുണ്ട്. അന്ന് എൻ്റെ ചെറിയ മനസ്സിൽ തോന്നിയത് പെൺകുട്ടികൾ ബലഹീനരാണ്, അതുകൊണ്ടാണ് അവരുടെ ശരീരത്തിൽ നിന്നും ബ്ലഡ് വരുന്നതെന്നാണ്. കാലം കടന്നുപോയി. സ്കൂൾ തലം വിട്ടു. അമ്മ ഹെഡ് മിസ്സായ ഹൈസ്കൂളിൽ തന്നെ ഹൈസ്കൂൾ പഠനം. എൻ്റെ കാര്യത്തിൽ അമ്മയ്ക്ക് എപ്പോഴും ഒരു ശ്രദ്ധയുണ്ടായിരുന്നു. എൻ്റെ ജീവിതത്തിലുണ്ടായ 2ാമത്തെ ഇൻസിഡൻറ്റ് സംഭവിക്കുന്നത് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്താണ്. വൈകുന്നേരം ക്ലാസ് വിട്ടപ്പോൾ കൂടെ പഠിക്കുന്ന പെൺകുട്ടിയുടെ ചുരിദാറിൻ്റെ പുറകിൽ കണ്ട ബ്ലഡ് അന്ന് എൻ്റെ നിയന്ത്രണം വിട്ടു. മുമ്പ് ചേച്ചിയിൽ കണ്ട അനുഭവം കണ്ണിൽ ഇരുട്ട് കയറി. പിന്നെ ഏതോ ലോകത്ത് പോയി, ഒരു മയക്കം പോലെ. പിന്നെ ഉണർന്നപ്പോൾ വീട്ടിലായിരുന്നു. ചുറ്റിലും പെങ്ങന്മാരും അമ്മയും. ഞാൻ ഇടറിയ ശബ്ദത്തിൽ വിളിച്ചു, അമ്മേ. അമ്മയുടെ കണ്ണ് നിറയുന്നതായി ഞാൻ കണ്ടു. എന്താ എൻ്റെ മോനെന്താ പറ്റിയത്? വയ്യമ്മേ, ഈ നശിച്ച രോഗം എനിക്ക് പോലും അറിയില്ല. എനിക്കെന്താണ് സംഭവിക്കുന്നതെന്ന്. അമ്മ, എന്താണ് പെൺകുട്ടികളുടെ ശരീരത്തിൽ നിന്നൊരു കാരണമില്ലാതെ ബ്ലഡ് വരുന്നത്? മുമ്പൊരിക്കലും അമ്മ പറഞ്ഞല്ലേ, പറഞ്ഞുതരാന്ന്. അവിടെ ഉണ്ടായിരുന്ന പെങ്ങന്മാരോട് അമ്മ പുറത്തു പോകാൻ പറഞ്ഞു. അമ്മ കഥ കടിച്ച്, മോനെ ഹേമന്തേ, മോൻ ബ്ലഡ് കാണുമ്പോൾ ഭയപ്പെടുകയൊന്നും വേണ്ട, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ ശരീരത്തിൽ. അതവർക്ക് വയസ്സായെന്ന് അറിയിക്കുന്നതാണ്. വയസ്സറിയിക്കാനോ? അതേ മോനെ, ആ സമയത്ത് അവർക്ക് ശക്തമായ വേദന അനുഭവപ്പെടും. തലവേദന, ദേഷ്യം എല്ലാം ഉണ്ടാവും. പെൺകുട്ടികൾ അഥവാ സ്ത്രീകൾ ജീവിതത്തിൽ ഒരുപാട് വേദന അനുഭവിക്കുന്നവരാണ്. ഗർഭകാലം തൊട്ട് പ്രസവം, കുട്ടികളെ വളർത്തൽ, വീട്ടുജോലികൾ, ചുറ്റുപാടിൽ നിന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അങ്ങനെ പലതും. കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും വിളക്കാണ് സ്ത്രീ. അതുകൊണ്ടാണ് പുരുഷന്മാർ നിയമങ്ങൾ കൊണ്ട് അവർക്ക് സംരക്ഷണം നൽകുന്നത്. സമൂഹത്തിലും കുടുംബത്തിലും അവൾ സംരക്ഷിക്കപ്പെടേണ്ടവളും ബഹുമാനിക്കപ്പെടേണ്ടവളുമാണ്. ഒരധ്യാപികയായി മാറിയ അമ്മ. അന്നു മുതൽ എൻ്റെ മനസ്സിൽ സ്ത്രീ എന്ന പദവും സ്ത്രീകളുടെ ബഹുമാനത്തിൻ്റെ ക്ഷമയുടെയും പര്യായമായി മാറിയ അമ്മ. സ്ത്രീകളെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിച്ചു. കവയത്രികളും സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിലുള്ള സ്ത്രീ സാന്നിധ്യം കാണുമ്പോൾ അഭിമാനം തോന്നി. ചരിത്രങ്ങൾ മുന്നേറിയ സ്ത്രീകളെക്കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചു. ബൈബിളും ഹൈന്ദവ ദർശനങ്ങളും ഇസ്ലാമിക് സൂക്തങ്ങളിലും സ്ത്രീ കൊടുത്ത പ്രാധാന്യത്തെക്കുറിച്ച് അറിയാൻ ശ്രമിച്ചു. പട്ടിണി മാറ്റാൻ സ്വന്തം ശരീരം വിൽക്കേണ്ടി വന്ന വേദന പേറുന്ന സ്ത്രീകൾ മുതൽ കച്ചവടവൽക്കരിക്കപ്പെട്ട സ്ത്രീത്വത്തെ വരെ കാണാൻ സാധിച്ചു. അതെ, അമ്മ പറഞ്ഞ് ശരിയാണ്. സ്ത്രീ കുടുംബത്തിനും സമൂഹത്തിനും വെളിച്ചമാണ്. കാലം കടന്നുപോയി. ഹൈസ്കൂൾ വിട്ടു. കോളേജ് ലൈഫിലെ യൗവനത്തിലെ ചില ചിന്തകൾ എന്നെയും പിടികൂടി. കൂട്ടുകാർ അശ്ലീല പടങ്ങൾ കാണാൻ, സ്ത്രീകളുടെ സൗന്ദര്യം, നഗ്നത ആസ്വാദനം എന്നീ ചിന്തകളിൽ നിന്ന് മാറി നിൽക്കാൻ അമ്മയുടെ ഉപദേശങ്ങളും പെങ്ങന്മാരോടൊത്തുള്ള ഇടപെടലുകളും കൊണ്ട് ഒരു പരിധിവരെ സാധിച്ചു. ഹോസ്പിറ്റൽ സന്ദർശനങ്ങൾ, ചില ആക്സിഡന്റുകൾ നേരിട്ട് കണ്ടതോടെ ബ്ലഡ് കാണുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയിൽ നിന്ന് ഞാൻ പൂർണ്ണമായി മുക്തനായി. കോളേജ് പഠനം കഴിഞ്ഞ് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഒരുക്കങ്ങൾ, അന്വേഷണങ്ങൾ നടക്കുന്ന ഒരു കാലം. അമ്മ റിട്ടയർഡായി. അച്ഛൻ പ്രവാസത്തിൽ നിന്ന് ഇടയ്ക്കിടെ വന്നു പോകും. ഓരോ മകനിൽ വലിയ പ്രതീക്ഷയൊന്നും ഇല്ലെങ്കിലും നല്ലവനായി വളർന്ന ഒരു കുടുംബമൊക്കെ ആയി ജീവിക്കുന്ന കാണുന്നത് മാത്രമായിരിക്കാം എല്ലാവരെയും പോലെ എൻ്റെ അച്ഛനും അമ്മയും സഹോദരിമാരും എന്നെക്കുറിച്ച് ആലോചിച്ച്. ഞാനും ഫൈസലും അഖിലും സണ്ണിയും ഒരു ബാംഗ്ലൂർ യാത്ര പ്ലാൻ ചെയ്തു. അവിടെ പോയി വല്ല കോഴ്സും ചെയ്യാനെന്നൊരു അന്വേഷണം. ഫൈസലിനും സണ്ണിക്ക് ഒരൊറ്റ വാശി, യാത്ര ബൈക്കിൽ തന്നെ വേണമെന്ന്. 4 ദിവസത്തെ യാത്ര ഒരു ഉല്ലാസയാത്രയാക്കി മാറ്റി. തിരികെ വരുമ്പോൾ സണ്ണിയും ഫൈസലും അവിടെ തങ്ങി. ഞാനും അഖിലും തിരിച്ച്. ബൈക്ക് യാത്രയും തണുപ്പും കാരണം കയ്യിൽ ജാക്കറ്റും ഷാളും കരുതി. രാത്രിയിലാണ് യാത്ര. നേരം പുലരുമ്പോഴേക്കും നാട് പിടിക്കാമെന്ന ആഗ്രഹത്തിൽ യാത്ര തുടർന്നു. കോഴിക്കോടെത്താൻ ഇനി 3/4 മണിക്കൂർ യാത്ര. അഖിലിനോട് വേഗത കുറച്ച് പോകാൻ പറഞ്ഞു. നല്ല തണുപ്പുമുണ്ട്. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ നേരം പരപരാ വെളുത്തു വരുന്നു. കാക്കകൾ അന്നം തേടി പുറപ്പെട്ടു തുടങ്ങി. ബാങ്ക് വിളി, അമ്പലത്തിലെ പ്രഭാത ഗീതങ്ങളും മാറി മാറി കേൾക്കാം. ഹൈവേയിൽ നിന്ന് മാറി ഒരു വളവിൽ ചെറിയൊരു ആൾക്കൂട്ടം. കുറച്ചുപേര് കൂടി നിൽക്കുന്നു. ജോലിക്ക് പോകുന്നവർ ഒന്ന് കണ്ണോടിച്ച് പോകുന്നു. അഖിലിനോട് ഞാൻ വണ്ടി നിർത്താൻ പറഞ്ഞു. എടാ, ഏതോ നാട്, ഏതോ സ്ഥലം, എന്തിനാ വല്ല പൊല്ലാപ്പായിരിക്കും, നീ വിട്ടേ. അല്ലടാ, നമുക്കൊന്ന് പോയി നോക്കാം. ശരി, നീ നോക്കിയിട്ട് വാ. പിന്നെ പ്രത്യേകം നിന്റെ ആളാലൊന്നും എടുക്കണ്ട കേട്ടോ. ഇത് നമ്മുടെ നാടല്ലാന്ന് ഓർമ്മയാണ്. ശരിയടാ. ചീറിപ്പാഞ്ഞു വരുന്ന വണ്ടികളെ മുറിച്ചു കിടന്ന് ഞാൻ ആൾക്കൂട്ടത്തിലെത്തി. ഒരു നിസ്സഹായ പെൺകുട്ടി പാതി രക്തത്തിലും പാതി നഗ്നയായി അവിടെ കിടക്കുന്നു. ചുറ്റുമുള്ളവർ സൊറ പറയുന്നു. കാമക്കണ്ണുകൾ അവിടെ അഴകാർന്ന അർത്ഥനഗ്നത ആസ്വദിക്കുന്നു. മുമ്പ് അമ്മ പറഞ്ഞിരുന്ന സ്ത്രീ പുണ്യത്തെ ആരോപിച്ച് ചീന്തിയ കരളലിപ്പിക്കുന്ന കാഴ്ച. അല്പം ഞെട്ടലിലും ഭയപ്പാടയോടെയാണെങ്കിലും ആ പെൺകുട്ടിയുടെ അടുത്ത് ഞാൻ ചെന്നു.
കമിഴ്ന്നു കിടക്കുന്ന അവരെ ഞാൻ തിരിച്ചിട്ടു. ജീവനുണ്ട്, എന്നാലും ആ ശരീരത്തിനേറ്റ മുറിവുകളുടെ കാഴ്ച കണ്ട് ഞാനടക്കമുള്ള പുരുഷ സമൂഹത്തെ ഒരു നിമിഷത്തേക്ക് ശപിച്ചുപോയി. കയ്യിലുള്ള ജാക്കറ്റും ഷാളും ഉപയോഗിച്ച് അവരുടെ അർത്ഥനഗ്നത ഞാൻ മറച്ചു. ദേഷ്യവും രോഷവും എന്നിൽ ആളിപ്പടർന്നു. കൂട്ടത്തിൽ ഒരുത്തൻ്റെ ശബ്ദം എൻ്റെ കാതിൽ പതഞ്ഞു. നിന്റെ പെങ്ങളാണോടാ? അത് അല്ല. നിന്റെ പെങ്ങളാണെങ്കിൽ നീ ഇങ്ങനെ നോക്കിക്കോ. അതിനെനിക്ക് പെങ്ങളില്ല ബായ്. നിനക്ക് അമ്മയില്ലേ? ഉണ്ടാവാതിരിക്കില്ല. കാരണം ആരും ഭൂമിയിൽ വെറുതെ പൊട്ടിമുളക്കില്ലല്ലോ. ബായ്, നിങ്ങളുടെ അമ്മയടക്കമുള്ള സ്ത്രീവർഗ ഈ പെൺകുട്ടി. നീ ഏതാ? നിന്നെ ഇതിനുമ്പോ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ആ കൊള്ളാം. ഈ കിടക്കുന്ന പെൺകുട്ടി ഏതാ? ഇതിനുമ്പ് നീ കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്നിട്ടെന്നേ നീ അടക്കം ആരും അന്വേഷിക്കാതിരുന്ന്? ഉത്തരമില്ല അല്ലേ? ഉണ്ടാവില്ല. ചില ചോദ്യങ്ങൾക്ക് ഉത്തരം ഉണ്ടാവില്ല. അതങ്ങനെയാ. തൊട്ടടുത്തുള്ള ഒരു ഹൈവേ ഹോട്ടൽ തുറക്കാനുള്ള ഒരുക്കത്തിലാണ് ഞാൻ. അവിടേക്ക് ഓടി. കാത്തിരിക്കുന്ന അഖിൽ ഒച്ചയിടുന്നുണ്ട്. ഡാ, എന്താടാ നീ ഓടുന്നേ? നീ ബൈക്ക് സൈഡാക്കി പെട്ടെന്ന് വാ. നീ എന്ത് ഏടാകൂടാടാ ഒപ്പിച്ച്? ഹോട്ടൽ തുറക്കാനുള്ള തിരക്കിലാണ് ഒരു മധ്യവയസ്കൻ. ഏട്ടാ, നിങ്ങളുടെ പേരെന്താ? എടാ ചെറുക്ക, രാവിലെ തന്നെ നീ പേര് ചോദിക്കാറിങ്ങിയല്ലേ? അത് പറ, നിങ്ങളുടെ പേര് പറ. മാധവേട്ടന് എത്ര മക്കളുണ്ട്? 3 പെൺമക്കള്. മാധവേട്ടൻ്റെ കൂടെ നിന്ന് വരുമോ? സംഭവം വിവരിച്ചു. ആ നല്ല മനുഷ്യൻ ഒരു ജഗ് വെള്ളവുമായി എൻ്റെ കൂടെ വന്നു. അപ്പോഴേക്കും കാണികളുടെ എണ്ണം കൂടിയിരുന്നു. മാധവേട്ടൻ കൂട്ടം കൂടി അവർ ഓടിച്ചു. നേരം പൂർണ്ണമായും വെളുത്തു വരുന്നു. വളവ് ഇറക്കുമായതുകൊണ്ട് യാത്രക്കാരുടെ ശ്രദ്ധയിൽപ്പെടുന്നില്ല. മക്കളെ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? മാധവേട്ടൻ കൂടെ നിൽക്കുമോ? നിൽക്കാതെ പിന്നെ. എന്നെനിക്കൊരു ഓട്ടോ സംഘടിപ്പിച്ചാൽ മതി. ബാക്കി ഞാൻ ഏറ്റു. അകലെ നീ വാ. എടാ ഹേമന്ത്, ഇത് പ്രശ്നമാവൂടാ. നിനക്ക് പേടിയുണ്ടോ? എനിക്കെന്ത് പേടി? ഈ പെൺകുട്ടിയുടെ ജീവനെങ്കിലും രക്ഷിക്കാൻ നോക്കാം. ജഗ്ഗിലെ വെള്ളവുമായി പെൺകുട്ടിയുടെ അടുത്തേക്ക് ഞാൻ പോയി. തല താങ്ങി പിടിച്ച് വെള്ളം കുടിക്കാൻ ശ്രമിച്ചപ്പോൾ അവരെന്നെ മടിയിലേക്ക് അമിഴ്ന്നടിച്ച് വീണു. മദ്യത്തിന്റെ മണം കൂടാതെ അരക്ക് കീഴ്പോട്ട് രക്തം കൊണ്ട് പൂർണ്ണമായും മങ്ങിയിരുന്നു. എൻ്റെ പഴയ രോഗത്തിന്റെ തിരിച്ചുവരവിനെ ഞാൻ ഭയന്നു. എന്റെ മടിത്തട്ടിലേക്കുള്ള വീഴ്ചയിൽ ആ പെൺകുട്ടി എൻ്റെ വലതുകയിൽ മുറുകെ പിടിച്ചു. ജഗ്ഗിലെ വെള്ളം മുഴുവൻ അവർ കുടിച്ചു. നിങ്ങൾ ആരാണ്? എന്നാ നിങ്ങൾക്ക് സംഭവിച്ചു? വ്യക്തമല്ലെങ്കിലും എന്ന് മാത്രം കേൾക്കാം. മാധവേട്ടാ, ഒന്നുകിൽ വരുമോ? ഇല്ല മോനെ, ആ കാഴ്ച കാണാൻ എനിക്ക് ശക്തിയില്ല. അല്ല, ഇവർ പറയുന്ന ഭാഷ ഏതാ? മാധവേട്ടൻ വന്നു. ഇത് ഹിന്ദി അല്ല മോനെ, ബംഗാളിയോ ഗുജറാത്തിയോ ആവാനാണ് സാധ്യത. മോനെ, ഓട്ടോ വന്നു. എവിടേക്കാ? ഹോസ്പിറ്റലിലേക്ക്. അകലെ എടുക്കണ ഈ പാത്തിന്. താങ്ങിയെടുക്കുമ്പോഴും എൻ്റെ വലതുകയിൽ പിടിച്ച പിടുത്തതിൻ്റെ ശക്തി കൂടി. ഓട്ടോയിൽ കിടത്തി കോഴിക്കോട് പ്രശസ്തമായ ഹോസ്പിറ്റലിലേക്ക് വിട്ടു. മാധവേട്ട, പോലീസിനെ വിവരം അറിയിക്കണ്ടേ? അറിയിച്ചിട്ടുണ്ട് മോനെ, അവർ ഹോസ്പിറ്റലിലെത്തും. ഹോസ്പിറ്റലിലെത്തി തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് അവരെ കൊണ്ടുപോയി. പോലീസുകാരും കൂടെ ഒരു വൃദ്ധയായ സ്ത്രീയും ഒരു ഹിന്ദിക്കാരനും. പോലീസുകാരൻ എന്നോട് സൗമ്യമായി ചോദിച്ചു, നിന്റെ പേരെന്താ? ഹേമന്ത്. തോളിലൊരു തട്ട് മാത്രം. അടുത്തുനിന്ന് അഖിൽ ചോദിച്ചു, കുടുങ്ങോടാ? എന്തിന്? മാധവേട്ടെന്ന മനുഷ്യനില്ലേ? കൂടെ തീവ്രപരിചരണ വാർഡിലേക്ക് കൊണ്ടുപോകുമ്പോഴും ആ പെൺകുട്ടി പിടിച്ച പിടുത്തം വിട്ടില്ല. പിടിച്ച ഭാഗത്ത് ചുവന്ന് എൻ്റെ കൈത്തണ്ട വേദനിച്ചു. എങ്കിലും അവരുടെ വേദനയിൽ ഞാൻ എൻ്റെ വേദന മറന്നു. പെൺകുട്ടി ബെഡിലും ഞാൻ നിൽക്കുകയുമായിരുന്നു. അവൾ ആ പിടുത്തം വിടാത്തതുകൊണ്ട് എനിക്ക് എവിടെയും മാറാൻ പറ്റുന്നില്ല. ആ റൂമിലേക്ക് ഡോക്ടറും പോലീസും ആ വൃദ്ധയും ആ ഹിന്ദിക്കാരനും വന്നു. ഹേമന്ത്, ഞാൻ സിറ്റി പോലീസ് കമ്മീഷണറാണ്. ഈ പെൺകുട്ടിയുടെ ഭർത്താവാണ് ഈ ചെറുപ്പക്കാരൻ. ഇവരുടെ അമ്മയാണ് ഈ സ്ത്രീ. ഇന്നലെ രാത്രി ട്രെയിനിൽ വന്നിറങ്ങിയവരാണ് ഈ സ്ത്രീയും പെൺകുട്ടിയും. പെൺകുട്ടി അവിടെ വെച്ച് മിസ്സായി. ഇന്നലെ രാത്രി മുഴുവൻ ഞങ്ങൾ തിരയുകയായിരുന്നു. ഈ പെൺകുട്ടി എവിടെയും കണ്ടെത്താനായില്ല. ഹേമന്ത് ചെയ്ത് നല്ല കാര്യമാണ്. നിങ്ങൾക്ക് എന്ത് പാരിതോഷികം ഞങ്ങൾ തരേണ്ടത്? നല്ല കാര്യം സാറേ. പാരിതോഷികോ? എനിക്കോ? വേണ്ട സാറേ. ഇതുപോലെ കാമഭ്രാന്തമാർ കൊത്തിവലിക്കാൻ നോക്കുമോ സ്ത്രീ പുണ്യങ്ങളെ? പിന്നെ ഈ വാർത്ത ചാനലിട്ട് പൊടിപിടിക്കരുത്. കാരണം അത്രയ്ക്ക് അനുഭവിച്ചിട്ടുണ്ട് ഈ പാവം. ഞങ്ങൾ അംഗീകരിക്കും നിന്റെ വാക്കുകൾ. ഞാൻ പോയിക്കോട്ടെ സാറേ, എനിക്കെൻ്റെ അമ്മയെ കാണാം. നിങ്ങൾക്ക് പോവാം. ഒരു കാന്തിക ശക്തി പോലെ പിടികൂടി ഈ പിടുത്തം ഞാനെങ്ങനെ പിടിവിക്കും സാറേ? ആ വൃദ്ധയായ സ്ത്രീ പലതവണ ശ്രമിച്ചു ആ പിടുത്തൊന്ന് വിട്ടിട്ടാൻ. പിടുത്തം വിട്ട് ഞാൻ തിരികെ പോകുമ്പോൾ കൈകൾ എൻ്റെ നേരെ ഉയർന്നു. മുറിവേറ്റ ചുണ്ടുകൾ പതുക്കെ അനങ്ങിയത് ഇങ്ങനെയായിരുന്നു, ബായ്. മലയാളത്തിൽ സ്വന്തം കൂടപ്പുറപ്പിനെ വിളിക്കുന്ന ഏട്ടാ ഏട്ടാ. ആ സഹോദരി എൻ്റെ കയ്യിൽ പിടിച്ച പിടുത്തത്തിൽ ഞാൻ സംശയിച്ചു പോയിരുന്നു, ഇതെൻ്റെ കൂടപ്പിറപ്പാണോ എന്ന് പോലും. ഇല്ല പെങ്ങളെ, ഞാൻ പോകുന്നു. നിന്റെ നിസ്സഹായതയ്ക്ക് മുമ്പിൽ പിടിച്ചെടുക്കാൻ എനിക്ക് ശക്തിയില്ല. അതേട്ടാ, ഞാൻ പോട്ടെ. മോൻ പോവുകയാണോ? നെറ്റിത്തടത്തിൽ മുമ്പ് വെച്ച് ആ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു. നിന്നെപ്പോലുള്ള നല്ല മനുഷ്യരിപ്പോൾ ഇല്ല മോനെ. കാലം ആരെയും കാത്തു നിൽക്കാതെ കടന്നുപോയി. എൻ്റെ ജീവിതത്തിൽ ഒരു പെൺകുട്ടി വന്നു. ഞാനൊരു പെൺകുട്ടിയുടെ അച്ഛനായി. ആ സൗഭാഗ്യം കൂടുതൽ നിന്നില്ല. 6 മാസം തികയുന്നതിന് മുമ്പേ എൻ്റെ പൊന്നുമോളെ ദൈവം വിളിച്ചു. അധികം വൈകാതെ ഒരു പെൺകുട്ടിയുടെ അച്ഛനായി ഞാൻ വീണ്ടും. എൻ്റെ അമ്മയ്ക്ക് പ്രായമായി. പെങ്ങന്മാർ പലയിടങ്ങളിലാണെങ്കിലും അമ്മയോട് ഞാൻ പറഞ്ഞു, എൻ്റെ മകൾക്ക് ബാലപാഠങ്ങൾ പറഞ്ഞു കൊടുക്കണം. കാരണം അവൾ സമൂഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും വിളക്കാണ്. ഇന്ന് ഈ പ്രവാസത്തിൻ്റെ ചൂടിൽ അല്പം മാറിയെന്ന് ഓർമ്മകളിലൂടെ സഞ്ചരിക്കുമ്പോൾ, നടിമാർ മുതൽ പിഞ്ചു കുഞ്ഞുങ്ങളെപ്പോലും കാമഭ്രാന്തന്മാർക്ക് അടിച്ചു കയറുമ്പോൾ,
കുമ്പസാരക്കൂട് ഹോസ്റ്റൽ പീഡനക്കഥകളും ഫേസ്ബുക്ക് ലൈവായി പോയ സഹോദരിമാരിടുമ്പോൾ ഒരു സ്ത്രീ പുണ്യത്തിനെങ്കിലും കാവലായി നിന്ന ഹേമന്ത് ഇന്ന് നിസ്സഹായനാണ്. നാളെ ഒരു നല്ല നാളെയായി പിറവിയെടുക്കട്ടെ. കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും വിളക്കായ സ്ത്രീ പുണ്യം സംരക്ഷിക്കപ്പെടട്ടെ. സ്നേഹപൂർവ്വം ഹേമന്ത് കുമാർ.